വെൽക്കം ബാക്ക് ടു എൻ ഫാഷൻ. കുറച്ച് നാളത്തെ ഇടവേളകൾക്ക് ശേഷം ഇന്ന് നമ്മൾ വീണ്ടും ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ബ്രേസ്ലെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ എടുത്തത് ഇലാസ്റ്റിക് ത്രെഡാണ്. 8 ആണ് അതിൻ്റെ സൈസ് വരുന്നത്. ഇത് നന്നായിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യട്ടോ, അതായത് ഇങ്ങനെ വലിഞ്ഞ് കളിക്കും. അപ്പോൾ നമുക്ക് ബ്രേസ്ലെറ്റ് ഒക്കെ ആകുമ്പോൾ ഇടാനും ഊരാനൊക്കെ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ സൈസൊക്കെ അനുസരിച്ച് ത്രെഡ് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പം കറക്റ്റ് സൈസ് എടുക്കരുത്, അതിനെക്കാട്ടും കുറച്ചുകൂടി അധികം എടുക്കുക. കാരണം നമുക്ക് കെട്ടിട്ട് കൊടുക്കണം, കെട്ടിട്ടിട്ട് ഉരുക്കണം. അതുകൊണ്ട് അതിനും കൂടി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം, കണ്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് ദൃഷ്ടി ബീഡാണ്, അങ്ങനെയാണോ പറയാമെന്ന് എനിക്കറിയില്ല. കുഞ്ഞുങ്ങൾക്കൊക്കെ ദൃഷ്ടിദോഷം ഇതിട്ടാൽ ഉണ്ടാവില്ല എന്നാണ് പറയുക. അപ്പോൾ ഞാൻ ഒരു അന്ധവിശ്വാസങ്ങളെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷേ ചില നേരങ്ങളിലൊക്കെ നമുക്ക് സാഹചര്യം കൊണ്ട് ചില വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടായിപ്പോവും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ചിലപ്പോൾ വിശ്വസിച്ച് പോകും കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യം, ഓരോരുത്തരുടെ വിശ്വാസമൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കുക, വേണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട കേട്ടോ. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കസ്റ്റമേഴ്സൊക്കെ വാങ്ങിക്കാനൊരു താല്പര്യം കാണിക്കും കേട്ടോ. പലരും ഇങ്ങനത്തേലൊക്കെ വേഗം വാങ്ങിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ചെറിയൊരു ഷുഗർ ബീഡ് പോലത്തെ ഒരു ബീഡാണ് ഇട്ട് കൊടുത്തത്. ദെൻ ഇത് ക്രിസ്റ്റൽ ബീഡാണ് മറ്റേത് എടുത്തത്. ദെൻ ആദ്യം തന്നെ നമ്മൾ നടുവിൽ സെൻറ്ററിലുള്ള ബീഡാണ് കേട്ടോ കോർത്ത് കൊടുത്ത്. എന്നിട്ട് ഒരേ സൈസിൽ രണ്ട് സൈഡിലും ഇതേപോലെ ഇങ്ങനെ കോർത്ത് കൊടുക്കുക. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ തന്നെ കോർത്ത് കൊടുക്കുക. ഒരു കരിമണി ബീഡ് കോർത്ത് കൊടുത്തിട്ട് അടുത്തതൊരു ഷുഗർ ബീഡ്, അങ്ങനെ കോർത്ത് പോവുക കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എൻ്റെ 4 മക്കളും ഇട്ടിട്ടുണ്ടായി, നല്ല ഭംഗിയുണ്ട്. എല്ലാവരും ചോദിക്കുകയും ചെയ്ത്, നല്ല ഭംഗിയുണ്ട്, ഇത് എവിടുന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ ചോദിച്ചു. അമ്പലത്തിൽ നിന്ന് പൂജിച്ച് വാങ്ങിച്ചതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി. നല്ല ഭംഗിയുണ്ട്. അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാനൊരു ഷോപ്പിലും കണ്ടിട്ടുണ്ടായി. അവിടെ അതിന് റേറ്റ് ചോദിച്ചപ്പോൾ 80 റുപ്പീസാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്രിസ്റ്റൽ ബീഡ് അല്ലാത്ത സാധാ നോർമൽ ബീഡിൽ ഈ ഒരു ഇത് വെച്ചതിന് 60 റുപ്പീസും ക്രിസ്റ്റൽ ബീഡിൽ വെച്ചതിന് 80 റുപ്പീസാണ് അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തു. ഇനി ഇത് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. കെട്ടിട്ടിട്ട് നമുക്കൊന്ന് ഉരുക്കി കൊടുത്താൽ മതി. ഇതേപോലെ നോർമലായിട്ട് കെട്ടിട്ട് കൊടുക്കുക. ത്രെഡ് കെട്ടിട്ട് കൊടുക്കുമ്പോൾ അവിടെ അങ്ങനെ നിൽക്കൂല കേട്ടോ. പക്ഷെ നിങ്ങൾ ഉരുക്കിയിട്ട് നല്ലോണം പിടിച്ചാൽ മതി. ഇതേപോലെ കെട്ടിട്ട് കൊടുത്തിട്ട് ഉരുക്കുക കേട്ടോ. ദെൻ എക്സസൈസ് വരുന്ന ത്രെഡ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഉരുക്കി കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് പിടിച്ചിട്ട് ഉരുക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കൈ നേരിട്ട് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക, കൈ പൊള്ളി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഉരുക്കി കൊടുക്കുന്നതായിരിക്കും ബെറ്റർ ആവുക കേട്ടോ. ദെൻ ഇവിടെ സൈഡിൽ ഉരുക്കി കൊടുത്താൽ മതി.